ഹേ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമയായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബസ് സിനിമ കാണാനായിട്ട് പോവാണ്. പ്രതീക്ഷ ഉണ്ടെന്ന് വെച്ചാൽ നല്ല പ്രതീക്ഷയുണ്ട്. ഗൗതം വാസുദേവൻ്റെ സിനിമ ഫിൽമോഗ്രഫി ഒരു വളരെ ഡിഫറെൻ്റ് ആണ്. പുള്ളിക്കാരനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ലവ് സ്റ്റോറീസ്, ഇപ്പം മിന്നലെ, വാരണമായിരം, വിണ്ണി താണ്ടി വരുവായൊക്കെ എടുത്ത് അതേ സംവിധായകൻ തന്നെയാണ് കാക്ക കാക്ക എന്ന് പറഞ്ഞ ആക്ഷൻ മൂവി, പോലീസ് സ്റ്റോറി എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേട്ടയാട് വിളയാട്. അപ്പം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ അത്ര ഇഷ്ടമൊന്നും തോന്നിയില്ലായിരുന്നു, പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഒരു ഷെർലോക്ക് ഹോംസ് പരിപാടിയാണോ എന്നറിയത്തില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഒരു എന്താ പറയണ്ടേ, ഓരോരുത്തർക്കും വലുതാണെങ്കിലും ആ ഒരു കണ്ടന്റ് വരുമ്പോൾ അതൊരു ചെറിയൊരു സാധനത്തിൽ നിന്ന് ആ ഒരു പേഴ്സിൽ നിന്ന് കണ്ടെത്തി ചെറിയൊരു സംഭവത്തിൽ നിന്നൊരു വലിയ സംഭവത്തിലേക്ക് പോകുന്ന കഥയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും 10:45 ഷോ, 10:15 ആയതേ ഉള്ളൂ. ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിലാണ്. അപ്പോൾ ഞാൻ പതിയെ വണ്ടി വിടുവാണ്. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ കുറച്ച് നാളായിട്ട് എന്താ പറയുക, വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും അതുകൊണ്ട് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസുമാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷ വേറെയാണ്. എന്താണ് പറയണ്ടേ, ഈ ഒരു പ്രായത്തിലും അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. അപ്പോൾ മമ്മൂക്കാൻ്റെ പടം എന്നതും ഭയങ്കര പ്രതീക്ഷ. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന രീതിയിലും ഭയങ്കര പ്രതീക്ഷയുണ്ട്. എന്തായാലും 10:45 ഷോ. ഞാൻ പതിയെ ഇറങ്ങിയതേ ഉള്ളൂ. രാവിലെ ഫുഡൊക്കെ കഴിച്ചു, ഒരു 3 ഇഡ്ഡലിയും. പനി പൂർണ്ണമായിട്ട് മാറിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിസിൻ ഉണ്ടായിരുന്നു. 10 മണിയാകുമ്പം ഇറങ്ങണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഒരുങ്ങി വന്നപ്പം കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ 10:15 സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. ചങ്ങനാശ്ശേരി വരെ ഒരു 10-20 മിനിറ്റേ വരത്തുള്ളൂ. നമ്മുടെ ഇവിടെ റോഡിൻ്റെ പണി നടക്കുവാണ്. അപ്പോൾ 2 സൈഡിലും കല്ലും കെട്ടിയിട്ട് ഇവിടെ ഹൈറ്റും ഉണ്ട്. ഇവിടെ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. ഇത് കുട്ടനാടാണ്, അറിയാലോ. അപ്പോൾ ഇവിടെ നന്നായിട്ട് വെള്ളം പൊങ്ങി ഇടയൊക്കെ വീടിനകത്തൊക്കെ എല്ലാവരുടെയും ഓൾമോസ്റ്റ് ഒരു 90% ആൾക്കാരുടെയും വീടുകളിൽ നല്ലപോലെ വെള്ളം കയറുന്ന സ്ഥലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡെങ്കിലും പൊങ്ങി നിൽക്കണം. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ വേറെ മാർഗ്ഗമൊന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ചാൽ ബോട്ടും വള്ളങ്ങളൊക്കെയാണ്. പക്ഷേ ആ സമയത്ത് ഒഴുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നല്ല ഹൈറ്റുള്ളൊരു റോഡുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയണ്ടേ, വലിയ ടിപ്പറോ അല്ലെങ്കിൽ ടോറസ് അതുപോലൊക്കെയുള്ള വണ്ടികളൊക്കെ വരും. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിനൊക്കെ കണ്ടതല്ലേ, കുട്ടനാട്ടിൽ കൂടെ കൂടുതലും ടോറസിലായിരുന്നു ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോഡ് ഇച്ചിരി പൊങ്ങിയിരുന്ന നല്ലതായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ്. അപ്പം റോഡ് പണി നടക്കുകയാണ്. റോഡ് പണിയൊക്കെ നടക്കട്ടെ, അടിപൊളിയാവട്ടെ. AC റോഡിൻ്റെ പണി നടക്കുകയാണ്. AC റോഡിൻ്റെ പണി ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2-2.5 വർഷം മുകളിലായെന്ന് തോന്നുന്നു. ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പാലങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇഷ്ടം പോലെ പാലങ്ങളാണ്. അപ്പോൾ ആ പാലങ്ങളെല്ലാം പൊളിച്ച് പണിയണം. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടന്നേക്കും. ഇനിയാണ്ട് 1-2 പാലം കൂടെ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ പാലത്തിൻ്റെയും പണി കഴിഞ്ഞ്. പിന്നെ കുറേ ഫ്ലൈ ഓവറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടനാട് ഇനി എന്താ പറയണ്ടേ, വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. പിന്നെ ഇവിടെ ഇപ്പം പുതിയതായിട്ട് വീട് വെക്കുന്ന ആളുകളെല്ലാം കൂടുതൽ ആൾക്കാരും പില്ലറയിലാണ് വീട് വെക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറരുത് എന്നുള്ളൊരു ഇതുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 നില അല്ലെങ്കിൽ അങ്ങനെ വീട് വെക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത്ര കട്ടിയുള്ളൊരു മണ്ണല്ല, വീട് ഇരുത്തും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത്ര എന്താ പറയണ്ടേ, 2 നിലയൊക്കെ വെക്കുന്നതൊക്കെ പൊതുവെ ഒഴിവാക്കുന്നതാണ് ഇവിടെ പൊതുവെ. ഞങ്ങളിപ്പോൾ കുറേ നാളായി വീട് വെച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 10-15 വർഷം മുകളിലായി. അപ്പോൾ നമ്മൾ 2 നിലയായിട്ടൊന്നും വെച്ചില്ല,
മുകളിലോട്ടൊരു ചെറിയൊരു മുറി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും അവിടെ ഇരുന്നു, പ്രവേശം അത്യാവശ്യം നന്നായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കുട്ടനാട്ടിലെ അവസ്ഥകളൊക്കെ. അപ്പോൾ എന്തായാലും ഞാനിനി വണ്ടി ഓടിക്കട്ടെ. ഇനിയിപ്പം സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ സമയം പോകും. ഇനിയിപ്പോൾ നേരെ AC റോഡിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി വണ്ടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തിയേറ്ററിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണിക്കാം. ഹേ ഗൈസ്, അങ്ങനെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഗൈസ്, ഞാൻ വെള്ളമൊക്കെ മേടിച്ച് ഇവിടെ ബാൽക്കണിയാണ് എടുത്തത്. ഇവിടെ താഴെ മുകളിലുണ്ട് ബാൽക്കണിയാണ് എടുത്തത്. ഗൈസ്, അങ്ങനെ അതെ തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ പടം സിനിമ കഴിഞ്ഞ് ഇറങ്ങി. ഞാനപ്പം ജസ്റ്റ് ഒരു പച്ചക്കറി കിറ്റും മേടിച്ച് പൊറോട്ടയും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നതേ ഉള്ളൂ. എനിക്ക് സിനിമയെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് സിനിമ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നൊരു പടമാണ്. പക്ഷേ സ്ലോ ആയിട്ട് പോകുന്നതിൻ്റെ അല്ല, പക്ഷേ സെക്കൻഡ് ഹാഫ് അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് വന്നായിരുന്നു. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്താൻ നേരത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. അതൊന്നും എനിക്കത്ര കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. ഓൾറെഡി ഇതുപോലൊരു സബ്ജക്റ്റ് തമിഴിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കത്ര ഇതായിട്ട് തോന്നിയില്ല, ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല. എനിക്കൊരു എന്താ പറയണ്ടേ, ഒരു ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ ഗൈസ് എന്തായാലും സിനിമ കണ്ടിട്ട് പറയും. ഗൈസ്, ഈ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ പച്ചക്കറി കിറ്റ് 100 രൂപയ്ക്കുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലിയ കിറ്റായിരുന്നു ഗൈസ്. അപ്പോൾ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് അത്ര ഇതായിട്ട് ഗൗതം വാസുദേവ് മേനോൻ്റെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സിനിമയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ കുറേ മിസ്സിങ് ഉണ്ട്. ഇൻവെസ്റ്റിഗേഷനാണ് സിനിമ. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ലാഗുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് എത്താൻ നേരത്ത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവുന്നുണ്ട്. പക്ഷേ സിനിമയുടെ ട്വിസ്റ്റും അത് എന്തുകൊണ്ടാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കത്ര കൺവിൻസിങ് ആയിട്ട് ഫീൽ ചെയ്തില്ല. AC റോഡിലൂടെയുള്ള യാത്രയാണ്. ഈ ഒരു റോഡിൻ്റെ ഒരു പ്രത്യേകത, ഈ റോഡിൽ കൂടെ അല്ലെങ്കിൽ ഇതുവഴി വന്നേക്കുന്ന ആൾക്കാർക്ക് അറിയാം. ഇതെന്താ പറയണ്ടേ, ഭയങ്കര സ്ട്രെയിറ്റ് റോഡാണ്. ഒരു വിരലിലെണ്ണാവുന്ന 1-2 വളവുകൾ ഒഴിച്ചാൽ AC റോഡ്, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സ്ട്രെയിറ്റ് ആണ്, അടിപൊളിയാണ്. പിന്നെ നല്ല കാഴ്ചയാണ്. ഇപ്പോൾ ഈ പറഞ്ഞ ഒരു സൈഡിൽ നോക്കാൻ നേരത്തെ തോടും മറു സൈഡിൽ പാടങ്ങളുമാണ്, കൃഷി പാടമാണ്. അപ്പം അതിൻ്റെ ഒരു രസമുണ്ട്, അടിപൊളിയാണ് ഇതുവഴിയുള്ള യാത്ര. പിന്നെ ഈ പറഞ്ഞ കണക്ക് പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ അത്യാവശ്യം താറാവ് അങ്ങനെയൊക്കെ നോക്കി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. താറാവ് വേണം, താറാവ് മുട്ട, അങ്ങനെ ആ ഒരു ബേസിലൊക്കെ വരുന്നവർക്ക് ഇവിടെ കിട്ടും. പിന്നെ ഇഷ്ടംപോലെ മീൻ, നമ്മുടെ കുട്ടനാടിൻ്റെ ഒരു പ്രത്യേകതയാണ് നാടൻ മീൻ ഇഷ്ടംപോലെ റോഡ് സൈഡിലെല്ലാം നിങ്ങൾക്ക് കിട്ടും. മീനിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ താറാവ് മുട്ട അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ കുട്ടനാട് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ഷാപ്പ് ഫുഡ് സ്വാഭാവികമായിട്ടും പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കുട്ടനാടിന് അറിയാലോ, ഫിഷ് ഇവിടുത്തെ ഭയങ്കര മെയിനാണ്. അപ്പോൾ ഷാപ്പ് ഫുഡൊക്കെ അടിപൊളിയാണ്. നല്ല ഷാപ്പ് ഏതൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇഷ്ടംപോലെ ഷാപ്പുകളുണ്ട് ഈ റോഡിൽ. AC റോഡിലുണ്ട്, ഉള്ളിലോട്ട് കയറിയാലും അത്യാവശ്യം നല്ല ഷാപ്പൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഞാനിപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് പോകുന്നു. ഇപ്പം കിടങ്ങറ എത്താറായി. ഇനിയിപ്പം അവിടുന്ന് ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ വീട്ടിലേക്ക്. വൈകുന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം, പനിയൊക്കെ ഒന്ന് മാറി വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്കാണ് സിനിമയ്ക്ക് പോയത്, AC ക്കകത്ത് പോയിരിക്കുമായിരുന്നു.